Hi all, welcome to Learn CSIT. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് attribute and types of attributes. Attributes. The attribute is used to describe the property of an entity. Entityയുടെ property describe ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? Attribute യൂസ് ചെയ്യുന്നത്. Okay. Attribute is used to describe the property of an entity. Entityയുടെ property describe ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ attribute യൂസ് ചെയ്യുന്നത്. ER ഡയഗ്രത്തിൽ attribute represent ചെയ്യുന്നത് ellipse യൂസ് ചെയ്ത്, അതായത് ഓവൽ ഷേപ്പ് ആണ്. ഒരു റൗണ്ടഡ് എലോങ്ങേറ്റഡ് സർക്കിൾ അങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റുഡന്റ് ഒരു എൻറ്റിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെ പറയാം? നെയിം അല്ലെ, നെയിം ഒരു ആട്രിബ്യൂട്ട് ആണ്. അതിന്റെ സ്റ്റുഡന്റ് ID അത് വേറൊരു ആട്രിബ്യൂട്ട് ആണ്. സ്റ്റുഡന്റിന്റെ ഏജ് അതൊരു ആട്രിബ്യൂട്ട് ആണ്. ഫോൺ നമ്പർ അതൊരു ആട്രിബ്യൂട്ട് ആണ്. ഏത് കോഴ്സ് ആണ് എടുത്തിരിക്കുന്നത് അതൊരു ആട്രിബ്യൂട്ട് ആണ്. അതായത് ആ എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടി ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. എലിപ്സ് യൂസ് ചെയ്തിട്ടാണ് ആട്രിബ്യൂട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ? സോ നമ്മൾ നോക്കി ആട്രിബ്യൂട്ട് എന്താണെന്ന് നോക്കി. എന്താണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്? ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ഓഫ് ദ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. DBMS ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ആണ് ഈ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ആൻ എൻറ്റിറ്റി. എൻറ്റിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെ, പ്രോപ്പർട്ടീസിനെ നമ്മൾ എന്ത് പറയുന്നത്? ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ്, സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്, കീ ആട്രിബ്യൂട്ട്സ്, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്, സിമ്പിൾ ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ആട്രിബ്യൂട്ടിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്, സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്, കീ ആട്രിബ്യൂട്ട്സ്, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആൻഡ് സിമ്പിൾ ആട്രിബ്യൂട്ട്സ്. സിമ്പിൾ ആട്രിബ്യൂട്ട്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അറ്റോമിക് ആട്രിബ്യൂട്ട്സ്. എന്താണ്? സിമ്പിൾ ആട്രിബ്യൂട്ടിന്റെ മറ്റൊരു പേരെന്താണ്? അറ്റോമിക് ആട്രിബ്യൂട്ട്സ് എന്നാണ്. എന്താണ് ഈ സിമ്പിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്? വെൻ ആൻ ആട്രിബ്യൂട്ട് കനോട്ട് ബി ഡിവൈഡഡ് ഫർദർ. സിമ്പിൾ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ an attribute cannot be divided further, then it is called a simple attribute. അതായത് ആട്രിബ്യൂട്ടിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? സിമ്പിൾ ആട്രിബ്യൂട്ട് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡന്റ് ടേബിൾ എടുക്കുകയാണെങ്കിൽ ബ്രാഞ്ച് ഒരു ആട്രിബ്യൂട്ട് ആണെന്ന് വെക്കാം. ഈ ബ്രാഞ്ചിന് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിനെ നമുക്കത് സിമ്പിൾ അല്ലെങ്കിൽ അറ്റോമിക് ആട്രിബ്യൂട്ട് എന്ന് പറയാം. റോൾ നമ്പർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ആട്രിബ്യൂട്ട്സ് ആണ് സിമ്പിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. മൊബൈൽ നമ്പർ ഒരു ആട്രിബ്യൂട്ട് എടുക്കുമ്പോൾ നമുക്ക് അത് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ അത് സിമ്പിൾ ആണ്. ഇമെയിലിന്റെ കേസ് എടുക്കുവാണെങ്കിലും ഒരു സ്റ്റുഡന്റിന്റെ ഇമെയിൽ എടുക്കുവാണെങ്കിൽ അത് നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. So next, composite attribute. Composite attributes are those that are made up of the composition of more than one attribute. ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ടിനെ കമ്പൈൻ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ്. അതായത് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് ആകുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് എന്താണ്? സബ് ആട്രിബ്യൂട്ട്സ് ആക്കി മാറ്റാൻ പറ്റും. എന്താണ്? കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് എന്താണ്? സബ് ആട്രിബ്യൂട്ട്സ് ആക്കി മാറ്റാൻ പറ്റും. ഇങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ് ആണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡന്റ് ടേബിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് സ്റ്റുഡന്റ് നെയിം ഒരു ആട്രിബ്യൂട്ട് ആണല്ലോ. അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് എന്താക്കാം? ഫസ്റ്റ് നെയിം അല്ലെ, മിഡിൽ നെയിം ആൻഡ് ലാസ്റ്റ് നെയിം. സോ ആ സ്റ്റുഡന്റ് നെയിം എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് അഡ്രസ് എടുക്കുവാണെങ്കിൽ, ഒരു സ്റ്റുഡന്റിന്റെ അഡ്രസ് എടുക്കുവാണെങ്കിൽ സ്ട്രീറ്റ്, ഏരിയ, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, ഇതിന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സബ് ഡിവൈഡ് ചെയ്തിട്ട് ഏതാണ്? വേറെ സബ് ആട്രിബ്യൂട്ട്സ് ആക്കി മാറ്റാൻ പറ്റും. സോ ഇങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ് ആണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്. ആ പേരിൽ തന്നെ ഉണ്ട് സിംഗിൾ വാല്യൂ. ദോസ് ആട്രിബ്യൂട്ട്സ് വിച്ച് ക്യാൻ ഹാവ് exactly one value are known as single valued attributes. എന്താണ്? ഒരൊറ്റ വാല്യൂ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ് ആണ് സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ വാല്യൂ അലോ ചെയ്യത്തില്ല. ഓക്കെ, സിംഗിൾ വാല്യൂ മാത്രമായിരിക്കും ആട്രിബ്യൂട്ടിനുള്ളത്. ഫോർ എക്സാമ്പിൾ, ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് എ സ്റ്റുഡന്റ്. അപ്പൊ എന്താണ്? സിംഗിൾ വാല്യൂ ആയിരിക്കുമല്ലോ. ജെൻഡർ അതൊരു സിംഗിൾ വാല്യൂ ആയിരിക്കുമല്ലോ. ഓക്കെ, റോൾ നമ്പർ അതൊരു സിംഗിൾ വാല്യൂ ആയിരിക്കുമല്ലോ. ഇങ്ങനെയുള്ള ഓൺലി വൺ വാല്യൂ ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് വിളിക്കാം. നെക്സ്റ്റ് എന്താണ്? മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. ഒരു ആട്രിബ്യൂട്ടിന് ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം.
the attributes which can have more than one values. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറയാം. ഓക്കെ, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? an attribute which can hold multiple values. ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ആണെങ്കിൽ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് വിളിക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു സ്റ്റുഡന്റ് ടേബിളിനകത്ത് ഫോൺ നമ്പർ എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഒരു വ്യക്തിക്ക് ഒരു ഫോൺ നമ്പർ ആയിരിക്കും, അല്ല, കോൺടാക്ട് നമ്പർ വന്നിട്ട് ഒന്നിൽ കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ മൾട്ടി വാല്യൂഡ് ആണല്ലോ. ഇമെയിലിന്റെ കേസ് എടുക്കാം, ഒന്നിൽ കൂടുതൽ ഇമെയിൽ ഉണ്ടാവും അല്ലെ. ഹോബീസ് എടുക്കുവാണെങ്കിൽ എന്താണ്? ഒരു പേഴ്സണ് ഒന്നിൽ കൂടുതൽ ഹോബി വരാം. സോ മൾട്ടി വാല്യൂഡ് ആണ്. ഈ കോൺടാക്ട് നമ്പർ, ഇമെയിൽ, ഹോബീസ് ഒക്കെ ആട്രിബ്യൂട്ട് അല്ലേ. അപ്പോൾ ഒരു വാല്യൂ മാത്രമല്ലല്ലോ വരുന്നത്, ഒന്നിൽ കൂടുതൽ. ഒരു പേഴ്സൺ ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ കോൺടാക്ട് നമ്പർ വരാം, ഇമെയിൽ വരാം, ഹോബീസ് വരാം. സോ ഒരു ആട്രിബ്യൂട്ടിന് മൾട്ടിപ്പിൾ വാല്യൂ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് വിളിക്കാം. ക്ലിയർ? So next എന്താണ്? derived attribute. Derived attributes are also called stored attributes. Okay, stored attributes എന്ന് പറയാം. അതായത് derived attribute എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത്? When one attribute can be derived from the other attribute, then it is called derived attribute. ഒരു ആട്രിബ്യൂട്ടിൽ നിന്ന് മറ്റൊരു ആട്രിബ്യൂട്ടിനെ ഡിറൈവ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? derived attribute എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ എന്താണ്? ഏജ് ഓഫ് ദ സ്റ്റുഡന്റ് വന്നിട്ട് ഡിറൈവ് ചെയ്യുക അല്ലെ. ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് ദ സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഏജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് വി ക്യാൻ ഡു സം കാൽക്കുലേഷൻസ് ഓൺ നോർമൽ ആട്രിബ്യൂട്ട്സ് ആൻഡ് ക്രിയേറ്റ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ്. ക്ലിയർ ആണോ? അതായത് ഏജ്, നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഏജ് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. സോ ഏജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എവിടുന്ന്? ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്ന്. അപ്പൊ ഏജ് ആണ് derived attributes. ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് സ്റ്റോർഡ് ആട്രിബ്യൂട്ട്സ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കിപ്പം മാർക്സ് ഉണ്ടെങ്കിൽ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. അപ്പൊ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് ആണ്. മാർക്സ് എന്ന് പറയുന്നത് സ്റ്റോർഡ് ആട്രിബ്യൂട്ട്സ് ആണ്. നെക്സ്റ്റ് എന്താണ്? കോംപ്ലക്സ് ആട്രിബ്യൂട്ട്സ്. കോംപ്ലക്സ് ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇഫ് എനി ആട്രിബ്യൂട്ട് ഹാസ് ദ കമ്പൈൻഡ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടി വാല്യൂസ് ആൻഡ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്, then it is called a complex attributes. എന്താണ് കോംപ്ലക്സ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്? മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സിന്റെയും കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സിന്റെയും കമ്പൈൻഡ് ഫോമാണ് ഈ കോംപ്ലക്സ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കോംപ്ലക്സ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് നെസ്റ്റിംഗ് ഓഫ് കോമ്പോസിറ്റ് ആൻഡ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. A person having multiple phone numbers, emails and address. Okay, here phone number and email are examples of multi-valued attributes. Okay, address എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? is an example of composite attributes. ഒരു പേഴ്സണിന് മൾട്ടിപ്പിൾ ഫോൺ നമ്പേഴ്സ് വരാം, ഇമെയിൽസ് വരാം, അഡ്രസ് വരാം. ഇതിനകത്ത് ഈ ഫോൺ നമ്പറും ഇമെയിൽസും എന്താണ്? മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആണല്ലേ. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂ വരാം. പക്ഷെ ഈ അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് ആണല്ലേ. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്ന? ഇതിനകത്ത് ഈ ആട്രിബ്യൂട്ട്സ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, സിറ്റി ആൻഡ് സ്റ്റേറ്റ്, അങ്ങനെ നമുക്ക് എന്താണ്? സബ് ആട്രിബ്യൂട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? നെക്സ്റ്റ് എന്താണ്? കീ ആട്രിബ്യൂട്ട്സ്. Key attributes are those attributes that can uniquely identify the entity in the entity set. Entity setലെ entity unique ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിട്ട്. അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ് ആണ് ഈ കീ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് റോൾ നമ്പർ ഇസ് ദ കീ ആട്രിബ്യൂട്ട് because it can uniquely identify the student. Okay, റോൾ നമ്പർ എന്ന് പറഞ്ഞൊരു കീ ആട്രിബ്യൂട്ട് എടുക്കാൻ പറ്റും. അതായത് ആ സ്റ്റുഡന്റിനെ നമുക്ക് ആ ഒരു റോൾ നമ്പർ വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ കീ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് an attribute that uniquely identify the entity in the entity set. നമ്മൾ ഇതുവരെ പഠിച്ച ആട്രിബ്യൂട്ട്സ് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഓക്കെ, സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഡേറ്റാബേസ് ആണിത്. ഇതിനകത്ത് ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? കോളത്തിൽ കൊടുത്തിരിക്കുന്നത് റോൾ നമ്പർ, നെയിം, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, കോണ്ടാക്ട്, ഇമെയിൽ, പെർസെൻറ്റേജ്. ഓക്കെ, റോൾ നമ്പർ ഏത് ടൈപ്പ് ആട്രിബ്യൂട്ട് ആയിട്ട് വരാം? കീ ആട്രിബ്യൂട്ട് ആയിട്ട് വരാം അല്ലേ. കീ ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ എന്തായിരുന്നു? an attribute which can be used to identify entity uniquely.
യുണീക്ക് ആയിട്ട് നമുക്ക് എൻറ്റിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ആണ് കീ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ യുണീക്ക് ആണല്ലോ. സോ അതുപോലെ റോൾ നമ്പർ എന്ത് ടൈപ്പ് ആട്രിബ്യൂട്ട് ആവാം? സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട് ആവാം. എന്താണ് സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ ആട്രിബ്യൂട്ട്സ് വിച്ച് ക്യാൻ ഹാവ് എക്സാക്ട്ലി വൺ വാല്യൂ. ഓക്കെ, ഒരു സിംഗിൾ വാല്യൂ ആണെങ്കിൽ ആണല്ലോ റോൾ നമ്പർ ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കുമല്ലോ. സോ ഒന്നിൽ കൂടുതൽ റോൾ നമ്പർ കാണത്തില്ല, ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും. സോ അത് സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട് ആവാം. അടുത്ത സിമ്പിൾ ആട്രിബ്യൂട്ട് ആവാം അല്ലെ. സിമ്പിൾ ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? ആൻ ആട്രിബ്യൂട്ട് കനോട്ട് ബി ഡിവൈഡ് ഫർദർ. ഓക്കെ, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. റോൾ നമ്പർ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ വാല്യൂ ആണ്. സോ അതൊരു സിമ്പിൾ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ അറ്റോമിക് ആട്രിബ്യൂട്ട് ആണ്. സോ റോൾ നമ്പർ എന്ന് വെച്ചാൽ എന്തൊക്കെയാവും? ഒരു കീ ആട്രിബ്യൂട്ട്, സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട്, സിമ്പിൾ ആട്രിബ്യൂട്ട്. ഓക്കെ, നെയിം എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് ആണ്. എന്താണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്? ഒരു ആട്രിബ്യൂട്ട് വന്നിട്ട് മെയ്ഡ് ചെയ്തിരിക്കുന്നത് മോർ ദാൻ വൺ ആട്രിബ്യൂട്ട് വെച്ചിട്ടാണ്. അതായത് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് ആർ ദോസ് ദാറ്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ദ കോമ്പോസിഷൻ ഓഫ് മോർ ദാൻ വൺ ആട്രിബ്യൂട്ട്സ്. ഓക്കെ, അതായത് ഈ ആട്രിബ്യൂട്ടിനെ നമുക്ക് എന്താണ് ഫർദർ സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സബ് ആട്രിബ്യൂട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം നെയിം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, അത് അങ്ങനെ നമുക്ക് എന്താണ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നെയിം എന്ന് പറയുന്ന ഒരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആണ്. നെക്സ്റ്റ് എന്താണ്? ഏജ് എന്ന് പറയുന്നത് സിമ്പിൾ ആണല്ലേ. സിമ്പിൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമുക്ക് ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കനോട്ട് ബി ഡിവൈഡ് ഫർദർ. അതാണ് സിമ്പിൾ ആണല്ലോ. ഏജിന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇല്ല, സിംഗിൾ വാല്യൂ ആണ്. ഏജ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഏജ് കാണുമോ? ഇല്ല. സോ സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട് ആണ്. ദെൻ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ആണ്. ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്തായിരുന്നു? നമ്മൾ പഠിച്ചു, ഒരു ആട്രിബ്യൂട്ടിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്ത് വേറൊരു ആട്രിബ്യൂട്ട് എടുക്കാൻ പറ്റുന്നെങ്കിൽ നമുക്ക് അതിനെ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നു. അതായത് നമുക്ക് നോർമൽ ആട്രിബ്യൂട്ട്സിൽ സം കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തിട്ട് പുതിയ ആട്രിബ്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എന്താണ്? നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമെങ്കിൽ അതിൽ നിന്ന് ഏജ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഏജ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, ഇനി ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു നമ്മൾ? സ്റ്റോർഡ് ആട്രിബ്യൂട്ട് ആണ്. ഇതിൽ നിന്നാണോ അതായത് ഒരു ആട്രിബ്യൂട്ടിൽ നിന്ന് പുതിയൊരു ആട്രിബ്യൂട്ട് ഡിറൈവ് ചെയ്യുന്നു. സോ ആ ഡിറൈവ് ചെയ്യുന്നത് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടും ഏതിൽ നിന്നാണോ ഡിറൈവ് ചെയ്യുന്നത് അത് സ്റ്റോർഡ് ആട്രിബ്യൂട്ട് ആണ്. സോ അടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂ ആണല്ലോ. സോ സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട് ആണ്. നെക്സ്റ്റ് ജെൻഡർ സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട് ആണല്ലോ. ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. ജെൻഡർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട് ആണല്ലോ. അതായത് ഒന്നീ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ അല്ലെങ്കിൽ അതർ. ഓക്കെ, അതാണ് സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട്. അതുപോലെ സിമ്പിൾ ആണ്. ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ അത് സിമ്പിൾ ആട്രിബ്യൂട്ട് ആണ്. ദെൻ കോണ്ടാക്ട് എന്ന് പറയുന്നത് ഒരു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആണ്. മൾട്ടി വാല്യൂ ആട്രിബ്യൂട്ട് എന്താണ്? ദോസ് ആട്രിബ്യൂട്ട്സ് വിച്ച് ക്യാൻ ഹാവ് മോർ ദാൻ വൺ എൻട്രി ഓർ വിച്ച് കണ്ടെയ്ൻ മോർ ദാൻ വൺ വാല്യൂസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. അതായത് കോണ്ടാക്ട്, ഒരാൾക്ക് എത്ര കോണ്ടാക്ട് നമ്പർ വേണമെങ്കിലും കൊടുക്കാം അല്ലെ. സോ അത് മൾട്ടി വാല്യൂഡ് ആണ്. ദെൻ സിമ്പിൾ ആണ്. സിമ്പിൾ എന്ന് വെച്ചാൽ ആ ആട്രിബ്യൂട്ടിനെ നമുക്ക് കോണ്ടാക്ട് നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ പറ്റില്ല. സോ അതൊരു സിമ്പിൾ ആട്രിബ്യൂട്ട് ആണ്. അതുപോലെ ഇമെയിൽ മൾട്ടി വാല്യൂ ആണ്. കാരണം എന്താണ്? ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഇമെയിൽ വരാം. സോ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആണ്. അതുപോലെ സിമ്പിൾ ആട്രിബ്യൂട്ട് ആണ്. പെർസെൻറ്റേജ് എന്താണ്? ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ആണ്. കാരണം മാർക്സ് എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ പെർസെൻറ്റേജ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടും ആ മാർക്ക് എന്താവും? സ്റ്റോർഡ് ആട്രിബ്യൂട്ടും ആവും. ക്ലിയർ ആണല്ലോ. ഇനി പെർസെൻറ്റേജ് സിംഗിൾ ആണ് അല്ലെ. സിംഗിൾ വാല്യൂ ആയിരിക്കുമല്ലോ. അതിന് നമുക്ക് ഓൺലി വൺ വാല്യൂ മാത്രമായിരിക്കും, ഇത്ര പെർസെൻറ്റേജ് എന്നുള്ളത്. സിമ്പിൾ ആണല്ലോ. അതെ, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത്ര ആദ്യത്തെ പെർസെൻറ്റേജ്, സെക്കൻഡ് പെർസെൻറ്റേജ് ഇല്ല. സോ സിമ്പിൾ ആണ്. സോ നമ്മൾ ഇതുവരെ പഠിച്ചത് മൊത്തം എന്താണ്? ആട്രിബ്യൂട്ട്സിനെ കുറിച്ചാണ്. ഓക്കെ.